പടം എബോവ് ആവറേജ് ആണ്. ഒരു കണ്ടിരിക്കാമെന്ന് മാത്രം. മണിരത്നം മൂവി എന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പെക്ടേഷനിൽ മീറ്റ് ചെയ്തില്ല. അത്ര എന്നാൽ കണ്ടിരിക്കാം. മറ്റേ എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്. കമൽഹാസൻ സ്കോറൊക്കെ അടിപൊളിയാണ് ഓരോ ബ്ലോക്കിലും. പിന്നെ ചില സ്ഥലങ്ങളിൽ പഞ്ച് ഫീൽ ചെയ്തില്ല, അതാണ് ഫീൽ ചെയ്തത്. പടത്തിൽ ഒരു പെർഫോമൻസ് തന്നെയാണ്, കൊള്ളാം, നല്ല നന്നായിട്ടുണ്ട്. ഐശ്വര്യലക്ഷ്മിയുടെയും ആ ഒരു ചെറിയ പോർഷനിലേക്ക് പോലും നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. സിനിമ മൊത്തത്തിൽ വാച്ചബിളാണ്, ഒരു എബോവ് ആവറേജ്. നല്ലതായിരുന്നു. പണ്ടത്തെ കമൽഹാസൻ അഭിനയം കൊള്ളാം. പിന്നെ കമൽഹാസൻ്റെ ഒരു വയസ്സിൻ്റെ ഒരു ഇതുണ്ട്. ഓ എല്ലാം നല്ല കൊള്ളാം. പടം ആവറേജ്, നല്ല സിനിമ, കുഴപ്പമില്ല. പടത്തിൽ കമൽഹാസൻ മറ്റൊക്കെ ജീവൻ കുഴപ്പമില്ല, അടിപൊളിയാണ്. അതെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും നല്ലായിരുന്നു. ആ പുള്ളി നല്ലായിരുന്നു കേട്ടോ. ഇടയ്ക്ക് 2-3 മലയാളം ഡയലോഗ് ഒക്കെ ഉണ്ട്, നല്ല പവറിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. എല്ലാവരുടെയും ഓരോരോ ഭാഗങ്ങൾ ഭയങ്കര ഇതായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ഭാഗം നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒന്നായിട്ട് എടുത്തു പറയാൻ അങ്ങനെ ഒരു ഇത് തോന്നുന്നില്ല. സിംബുയുടെ കുറച്ച് സംഭവങ്ങളൊക്കെ, ആ ഇൻട്രൊഡക്ഷനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഫസ്റ്റ് കാണിച്ച ഒരു സംഭവം എന്താ, ആക്ഷൻ സീൻസ് എല്ലാം ഗംഭീരമായി വന്നിട്ടുണ്ട്. കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഡീസൻറ്റ് തിയേറ്ററിൽ വാച്ചാണ്. നല്ലൊരു പ്രൊജക്ഷൻ, നല്ല സൗണ്ടൊക്കെ ഉള്ളൊരു തിയേറ്ററിൽ പിന്നെ എൻ്റർടൈനർ എന്നുള്ള നിലയ്ക്ക് കണ്ടിരിക്കാൻ പറ്റുകയാണ്. ആക്ഷൻ സീൻസ് എല്ലാം ഗംഭീരമായി വന്നിട്ടുണ്ട്. ടെക്നിക്കലി ടു ഗുഡ്, ബ്രില്യൻ്റ് ആണ്. പിന്നെ ആക്ടിങ് പെർഫോമൻസ് എല്ലാം നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ചെറിയ രീതിയിൽ ലാഗുണ്ട്, എന്നാലും അത് ആസ്വാദനത്തിനെ ബാധിക്കൊന്നുമില്ല. ഓവറോൾ ഒരു ഡീസൻറ്റ് വാച്ചാണ്. പിന്നെ എനിക്ക് തോന്നുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ തഗ്ഗിനേറ്റ് നെക്സ്റ്റ് ഈ വീക്കെന്നെ മീറ്റ് ചെയ്യുമ്പോൾ ആ തഗ്ഗും ഈ തഗ്ഗും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമെന്നാണ് ബോക്സ് ഓഫീസ്. ഓവറോൾ ഒരു ഡീസൻറ്റ് വാച്ചാണ്. പറഞ്ഞായിരുന്നു നല്ല പടം എന്ന് പറഞ്ഞാൽ തഗ് ലൈഫ് എന്ന് പറയാം. ഇപ്പോൾ കമൽഹാസൻ്റെ ഈയിടെ ഇറങ്ങിയതിൽ എനിക്ക് ഇപ്പോൾ ഏറ്റവും ഇഷ്ടമായത് ഇതാണ്. മണിരത്നം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആള് മണിരത്നൻ്റെ അറിയാലോ, ഒരു ഫ്ലോയിൽ പടം പറഞ്ഞു പോകുന്ന ഒരു ആളാണ്. എന്താ ആവശ്യമുള്ളിടത്ത് ഫൈറ്റ് സീൻ, ആവശ്യമുള്ളിടത്ത് എല്ലാം കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. AR റഹ്മാൻ എവിടേക്ക് സ്കോർ ചെയ്യണോ അവിടെ എല്ലാം AR റഹ്മാൻ തൻ്റേതായ രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഫൈറ്റൊക്കെ ഒരു രക്ഷയൊന്നുമില്ല. പുള്ളിക്ക് കമൽഹാസന് പറ്റുന്ന രീതിയിൽ തന്നെ ഫൈറ്റ് കൊടുത്തിട്ടുണ്ട്. പുള്ളി അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. നല്ല പടം എന്ന് പറഞ്ഞാൽ ഇതാണ്. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ഇമോഷണലി രീതിയിൽ കണക്ട് ആയിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, AR റഹ്മാൻ പ്ലേസ് ചെയ്യേണ്ടടുത്ത് എല്ലാം ഇമോഷണലി ആയാലും ഇപ്പോൾ എന്താ രോമാഞ്ചം മുൻനിർത്ത് അങ്ങനെ എല്ലാം കണക്റ്റായിട്ട് എല്ലാം കിടിലനായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിട്ടുള്ളത്. കമൽഹാസൻ്റെ അഭിനയമൊക്കെ ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ സിംബു പുള്ളിയുടെ കൂടെ തന്നെ പിടിച്ചിട്ടുണ്ട്. കമൽഹാസൻ്റെ കൂടെ തന്നെ ആൾ പിടിച്ചിട്ടുണ്ട് സിംബു എന്ന് പറയുന്ന പുള്ളി. അത് അടിപൊളിയായിരുന്നു. എല്ലാവരുടെയും അഭിനയം, ജോജു ആയിക്കോട്ടെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചേക്കാണ് പുള്ളിക്കാരൻ. ജോജു ഒന്നും ഒരു രക്ഷയില്ല. ആളുടെ കമൽഹാസൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇന്ത്യൻ കഴിഞ്ഞ പിന്നെ ഒരു ഇതില്ലായിരുന്നു. പക്ഷേ തഗ് ലൈഫിൽ മണിരത്നത്തിൻ്റെ പടമായതെന്ന് കണ്ട് എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് പേഴ്സണലി പ്രതീക്ഷിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് പടം. ഒരു നല്ല പടം, മനോഹരമായിട്ടിരുന്ന് കാണാം. കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട്. DAGing കൊള്ളാം. പിന്നെ DAGing ആണ് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത്. DAGing ആയിരുന്നു. പിന്നെ എന്താ പറയുക, സ്ക്രീൻ പ്ലെയിൻ ആയിരുന്നു. വൺ ടൈം വാച്ച്. മ്യൂസിക് നന്നായിട്ടുണ്ട്. പുള്ളിയുടെ ആ വിൻവേലി നായക എന്നുള്ള ഒരു ട്രാക്ക് നന്നായിട്ടുണ്ട്. അതുൾപ്പെടെ പാട്ട് കൊള്ളാം. ആവറേജ് കുഴപ്പമില്ല. വൺ ടൈം വാച്ചബിളാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളതൊന്നും നമുക്ക് കിട്ടിയില്ല. എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന, ബട്ട്
സ്റ്റിൽ ഇല്ല. കമലഹാസൻ സിംബു കോംബോ ഒക്കെ നല്ല നമുക്ക് കണ്ടിരിക്കാൻ രസമുണ്ട്. ബട്ട് എക്സ്പെക്ട് ചെയ്ത ഇപ്പോൾ പറഞ്ഞ BGM ഒക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും കുറച്ചും കൂടെ ഈ ഒരു കോംബോ വീണ്ടും ഒന്നിക്കുമ്പോൾ. പിന്നെ നായകൻ ഒന്നുകൂടെ റീവർക്ക് ചെയ്തെടുത്ത പോലെയൊക്കെ ഫീൽ. ഫൈറ്റ് സീനില്ല. കമലഹാസൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ കംപ്ലീറ്റ് ഫ്ലാറ്റ് ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ് സിനിമ. എന്താ ക്ലൈമാക്സ് അങ്ങനെ തന്നെയാണ് വരുന്നത്.